ഓക്കെ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് MA അറബിക്കിൻ്റെ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ PYQ ആണ്. ജൂൺ 2024 നടന്നിട്ടുള്ള PYQ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. 5 ക്വസ്റ്റ്യൻ മാത്രം, 7 ക്വസ്റ്റ്യൻ ടോട്ടലി ഉണ്ട്. ബട്ട് നമ്മൾ ഓൺലി 5 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. എല്ലാത്തിനും ക്യാരീസ് ഈക്വൽ മാർക്സ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 20 മാർക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് ഇൻ ടു ഇംഗ്ലീഷ്. ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ പാരഗ്രാഫിനെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പാരഗ്രാഫ് ഞാൻ ആദ്യം വായിക്കാം. لو عاد شخص مات قبل 150 سنة إلى الأرض ورأى حياة الإنسان المعاصر لما صدق أنه عاد إلى نفس المكان الذي غادره، أنه الآن يطير في السماء بسرعة أكبر من سرعة الطائر ويسافر من أقصى الأرض إلى أدناها في غضون ساعات، أنه يشاهد على شاشة تلفازه أو جواله مباشرة ما يحدث على بعد آلاف من الكيلومترات، ويطلع على كل شيء يحدث في العالم بمجرد الضغط على مفاتيح حاسوبه ويأمر أجهزته وملتزماته المنزلية وحتى سيارته فتطيعه فتنفذ أوامره مثل الخادم المطيع لأوامر سيده. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ലോ ആദ ഷഖ്സുൻ മാത, ഇത് നമുക്ക് ആദ്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സാക്ട് ഇംഗ്ലീഷ് ഞാൻ പറയാം. ലോ ആദ ഷഖ്സുൻ മാത ഖബല 150 സന, 150 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട ഒരു വ്യക്തി തിരികെ വരികയാണെങ്കിൽ, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ മനുഷ്യന്റെ ജീവിതം അദ്ദേഹം കാണുകയാണെങ്കിൽ, ഇവിടെ ഈ ലമ്മ ഉപയോഗിച്ചതിൽ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ലമ്മ നമ്മൾ എന്താണ് കണ്ടീഷണൽ ക്ലോസ് ആയിട്ടാണ് ഉപയോഗിക്കുക. അതായത് അതാത് ഷർത്തായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അപ്പോൾ എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ലമ്മ ഉപയോഗിച്ചിട്ടുള്ളത് നെഫിന്റെ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹി വുഡ് നെവർ, അതായത് അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ലമ്മ ഉപയോഗിക്കാം. അതേ മീനിങ്ങിലും ലമ്മ എന്ന് പറയുന്ന ഒരു ഹർഫിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു ലമ്മ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മീനിങ് വരുന്നത്, അദ്ദേഹം ഏത് സ്ഥലമാണോ വിട്ടിട്ട് പോയത്, അതായത് അദ്ദേഹം മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ലോകമായിരുന്നില്ല അദ്ദേഹം പിന്നീട് തിരിച്ച് ഇതേ ലോകത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നഹു അൽ ആൻ യത്വീറു ഫിസ് സമാ ബിസുർഅത്തിൻ അക്ബർ മിൻ സുർഅത്തി ത്വായിർ, അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷിയേക്കാൾ വേഗത്തിൽ അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം അദ്ദേഹം ഭൂമിയുടെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് വിദൂരത്തായിട്ടുള്ള പ്രദേശത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഡയറക്റ്റ്ലി കാണുകയാണ്. ത്രൂ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണോ ടെലിവിഷനോ ഉപയോഗിച്ചുകൊണ്ട് കാണുകയാണ്. അദ്ദേഹത്തിന്റെ കൈവിരലുകൾ കൊണ്ടുള്ള കേവലം ഒരു ടച്ച്, ഒരു ക്ലിക്ക്, അത് മതി അദ്ദേഹത്തിന് എന്താണ് ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു വ്യക്തി അവരുടെ ഡിവൈസസിനോട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹൗസ് ഹോൾഡ് അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തുക്കളോട് ഡയറക്റ്റ്ലി ഓർഡർ ചെയ്യാണ്, കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ അയാളുടെ കാറാവട്ടെ, കാറിനോട് പോലും അയാൾ ഓർഡർ ചെയ്യണം. എന്നിട്ട് അവകളെല്ലാം അദ്ദേഹത്തിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ കമാൻഡ്സ് എന്താണ് അവർ ഏറ്റെടുത്തുകൊണ്ട് ആ കമാൻഡ്സിന് അനുസൃതമായി പ്രവർത്തിക്കുകയാണ്. ഇതുപോലെ ഒരു അനുസരണയുള്ള ഒരു സെർവൻറ്റ്, അതെങ്ങനെയാണോ ആ സെർവന്റിന്റെ ഉടമയോട് എങ്ങനെയാണോ അനുസരിക്കുന്നത്, എങ്ങനെയാണോ അത് പെരുമാറുന്നത്, അതുപോലെ എല്ലാ ഡിവൈസസും എന്താണ് ഇയാൾ പറയുന്നത് അതിനനുസൃതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ കാണാം. ഇഫ് someone who died 150 years ago returned to earth and saw the life of a modern man, he would not believe that. he would not എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഇതിനാണ് നമ്മൾ ലമ്മ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. He would not believe that he had returned to the same place he left. He is now flying in the sky faster than a bird, traveling from one end of the earth to the other
ഇൻ എ മാറ്റർ ഓഫ് ഹവേഴ്സ്, അതായത് മണിക്കൂറുകൾക്കകം എന്നുള്ളതിനൊരു എക്സ്പ്രഷൻ കൊടുത്തതാണ്. ഫി ഉളൂനി സഅത്ത്, അതൊരു പുതിയ എക്സ്പ്രഷൻ ആണ്. ഫി ഉളൂനി സഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ മാറ്റർ ഓഫ് ഹവേഴ്സ്. Next, he watches directly on his TV or mobile phone what is happening thousands of kilometers away, and he is informed of everything that is happening in the world by simply pressing the keys on his computer. He orders his devices, household supplies, and even his car, and they obey him and carry out his orders like a servant obedient to his master's orders. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും 20 മാർക്കാണ് വരുന്നത്. അതായത് 100 മാർക്ക് 5 ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യന് വരുന്നത് 20 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് ദ അറബിക് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്. താഴെ കുറച്ച് നമുക്ക് 10 വേർഡ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 10 വേർഡ്സിന്റെ അറബിക്കിൽ വേർഡ്സ് ഓർ എക്സ്പ്രഷൻ ആണ്. അറബിക്കിൽ എന്താണ് ഇതിന് പറയുക എന്നുള്ള എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ വേർഡ്ലി ട്രാൻസ്ലേഷൻ ആണ് വേണ്ടത്. ഇന്റർനാഷണൽ ട്രേഡ്, എന്താണ് ഇന്റർനാഷണൽ ട്രേഡിന് പറയുക? നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും അത്തിജാറ അദ്ദുബലിയ. ഇവിടെ ഏതാ അത്തിജാറ അദ്ദുബലിയ. ഇന്റർനാഷണൽ മീൻസ് അദ്ദുബലിയ, അത്തിജാറ മീൻസ് ട്രേഡ്. പിന്നെ നെക്സ്റ്റ് വരുന്ന വേർഡ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ നമുക്ക് ഡൗട്ട് ഉണ്ടാക്കാൻ കാരണം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആസിമ, ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ എന്നുള്ള ക്യാപിറ്റലിനും നമ്മൾ സെയിം സ്പെല്ലിംഗ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള കൂടെ വന്നിട്ടുള്ള വേർഡ്സ് ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടതാണെന്ന് ആദ്യം നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാം എന്താണ് ഒരു എക്കണോമിക് ഫീൽഡ്, ആ ഒരു അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള എല്ലാ വേർഡ്സും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലധനം എന്നുള്ള ക്യാപിറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വരുന്നത് റഅസുമാൽ എന്നാണ്. അല്ലാതെ ആസിമ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൺട്രിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് വരുന്നത് സർവീസസ്. സർവീസസ് സർവീസസ് ഇതൊരു പ്ലൂറൽ വേർഡാണ്, ജം ആണ്. ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വരുന്നത് ഖിദ്മാത്ത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വരുന്നത് അന്നാതിജുൽ മഹല്ലി അൽ ഇജ്മാലി. അന്നാതിജുൽ മഹല്ലി അൽ ഇജ്മാലി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അന്നാതിജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ്, അൽ മഹല്ലി ഡൊമസ്റ്റിക്, അൽ ഇജ്മാലി ഗ്രോസ്. നെക്സ്റ്റ് വരുന്ന വേർഡ് കറൻസി ആണ്. കറൻസിക്ക് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ മോർ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് കറൻസി എന്നുള്ളത്. എന്നാൽ നമുക്ക് അൽ ഒംല, ഒംല എന്ന് കൊടുക്കാം. ഒംല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് വന്നിട്ട് കറൻസി എന്നാണ്. നെക്സ്റ്റ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അതിന്റെ കൂടെ വന്നിട്ടുള്ള വേർഡ്സ് ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കുക. പൊളിറ്റിക്കൽ ഫീൽഡൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റ് ക്യാപിറ്റൽ, അതായത് ആസിമ എന്നുള്ള ക്യാപിറ്റൽ കൊടുക്കാം, ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരിക. ഇവിടെ പക്ഷെ എല്ലാം ട്രേഡിംഗ് ഫീൽഡുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഫീൽഡുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് അവിടെ ആസിമ കൊണ്ട് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഅസുമാൽ എന്ന ക്യാപിറ്റലാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതായത് മുനല്ലമത്തു തിജാറത്തുൽ ആലമിയ. ഈ ആലമിയ കൊണ്ട് വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നു. തിജാറ നമുക്കറിയാവുന്ന പോലെ ട്രേഡ്, ആൻഡ് ഓർഗനൈസേഷന് മുനല്ലമ എന്ന് ഉദ്ദേശിച്ചു. നെക്സ്റ്റ് വേർഡ് റിസോഴ്സസ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ജം ആണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് മവാദിദ്. നെക്സ്റ്റ് വേർഡ് ഗ്ലോബൽ പ്രൈസ്. ഗ്ലോബൽ പ്രൈസ് ആണ് വരുന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് അസ്യറുൽ ആലമി. ആലമി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ. സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ്. ഈ ആലമി നമുക്ക് വേറൊരു വേർഡും കൂടെ പഠിക്കാം, അൽ ഉലമ, അതായത് ഗ്ലോബലൈസേഷൻ. പിന്നെ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. അതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് അത്തഖ്നിയാത്തുൽ മുതഖദ്ദിമ.
നെക്സ്റ്റ് മൾട്ടിനാഷണൽ കമ്പനീസ്, MNCs എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് അശ്ശരിക്കാത്തുൽ മുതഅദ്ദിദ അൽ ജിൻസിയാത്ത്. അതായത് ഇത് കമ്പനീസ്, അശ്ശരിക്കാത്ത് എന്ന് പറഞ്ഞ കമ്പനീസ്, അൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി, അൽ ജിൻസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ. സോ മൾട്ടിനാഷണൽ കമ്പനീസിന് പറയുന്നതാണ് അശ്ശരിക്കാത്തുൽ മുതഅദ്ദിദ അൽ ജിൻസിയാത്ത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഹിസ്റ്ററി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ട്രാൻസ്ലേഷൻ ഓഫ് അറബിക്. അതായത് ട്രാൻസ്ലേഷൻ ഓഫ് അറബിക്, തർജമത്തുൻ ഇലാ ലുഗത്തുൽ അറബിയ അല്ലെങ്കിൽ തർജമത്തുൽ ലുഗത്തുൽ അറബിയ, അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രീഫ് നോട്ട്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എല്ലാ കലകളും അല്ലെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് പ്രോസും പോയിട്രിയും ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് വന്നിട്ടുള്ളത് അബ്ബാസി പീരീഡിലാണ്. അതുപോലെ തന്നെ തർജ്ജമയും വന്നിട്ടുള്ളത് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് വന്നിട്ടുള്ളത് അബ്ബാസി പീരീഡിൽ തന്നെയാണ്. لعبت حركة النقل دورا كبيرا في توجيه الأدب العباسي حاملة إلى العرب قوانين المنطق والعقل وحقائق العلوم والفلسفة والفنون. അതായത് തർജ്ജമ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ഒരു സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അത് അറബി ലാംഗ്വേജിലേക്ക് വന്നതും അല്ലെങ്കിൽ അറബിനെ മറ്റുള്ള ലാംഗ്വേജുകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും എന്തായിട്ടുണ്ട്, കുറേ നല്ല നല്ല ആസ്പെക്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് മന്തിഖ്, ഖവാനിൽ മന്തിഖ് വൽ അഖൽ വഹഖായിഖൽ ഉലൂം വൽ ഫൽസഫ വൽ ഫനൂൻ. അത് ഒരുപാട് കലകളും ഫിലോസഫികളും അതുപോലെ തന്നെ ഒരുപാട് വിജ്ഞാനപരമായിട്ട് ഒരുപാട് ഫാക്ട്സുകളാകട്ടെ, അങ്ങനെ ലോജിസ്റ്റിക്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരം ഇൽമുകളെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഫശഅത് ഫിൽ അദബി നസഅത്തുൽ ജദൽ വതറാബിത്തുൽ ഫിക്രി വൽ ഇബ്തികാർ. അതുപോലെ തന്നെ സാഹിത്യത്തിൽ അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. നസഅത്തുൽ ജദൽ വതറാബിത്തുൽ ഫിക്രി വൽ ഇബ്തികാർ, ഇന്നോവേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. കുറേ ചിന്താപരമായിട്ട് ഇന്റലക്ച്വലി അവർ കണക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഷ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഷയെ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് സംസ്കാരത്തിനെ കൂടെ നമ്മൾ കൂടെ പഠിക്കണം. ഒരു സോഴ്സ് ലാംഗ്വേജ് ആകട്ടെ ടാർഗറ്റ് ലാംഗ്വേജ് ആവട്ടെ, അവിടെ വേണ്ടത് എന്താണ്, അതിനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. രണ്ട് ലാംഗ്വേജും നല്ലപോലെ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സംസ്കാരങ്ങളെ കുറിച്ചും നല്ലപോലെ ബോധ്യം വേണം. അപ്പോൾ ആ സംസ്കാരങ്ങളും കൂടെ പഠിക്കാനും അവരുടെ ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്കൊരു സ്കോപ്പ് കൂടെ കിട്ടാൻ. അപ്പോൾ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വമിനൽ അവാമിൽ മുഅസ്സിറ ഫി ഇസ്തിഹാർ ഹർക്കത്ത് തർജമ അജ്ദൽ ദീനി. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തർജമ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പിറവിയെടുത്തിട്ടില്ലെങ്കിൽ അത് പ്രക്ഷോഭിതമായിട്ടുള്ളത്, അത് ഏത് സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിലെ ഏറ്റവും മെയിൻ പോയിന്റ് ആണ് അജ്ദലുദ്ദീൻ. അതായത് റിലീജിയസ്ലി മതപരമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നശഅബനൽ ഫിറഖൽ ഇസ്ലാമിയ, ഇസ്ലാമി ഗ്രൂപ്പുകൾ, അതായത് മുസ്ലിം ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ. ആ തർക്കങ്ങൾ അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അവിടെ തൊട്ടിട്ടാണ് ഇതൊന്നും കൂടെ ഡെവലപ്ഡ് ആവാൻ തുടങ്ങിയത് തർജമ എന്ന് പറയുന്നത്. ثم تجادل المسلمون والنصارى واليهود بينهم في مفاضلة الأديان. പിന്നെ ഉണ്ടായിട്ടുള്ളത് ആദ്യം മുസ്ലിം ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ ഭിന്നതകൾ വന്നു തുടങ്ങി. കാരണം പല രാജ്യങ്ങളിലും ഇസ്ലാം എന്ന് പറയുന്ന മതം സ്പ്രെഡ് ആയപ്പോൾ പല പല കൾച്ചറിലുള്ള ആളുകളായിപ്പോയി. അതാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിരുന്നു മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനീസും ജൂസും തമ്മിൽ എന്തുണ്ടായി, ഇതുപോലെ കുറേ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി. അവരുടെയൊക്കെ സംസ്കാരങ്ങളും ഭാഷയൊക്കെ വ്യത്യാസമായപ്പോൾ കുറേ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി. فتصلح النصارى واليهود بعلوم اليونان والمنطق. അവരെന്ത് ചെയ്തു, മന്തിഖും അതുപോലെ ഗ്രീക്ക് ഒലൂമ് അതായത് ഗ്രീക്ക് സയൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്തു, ജ്യൂസും ക്രിസ്ത്യാനികളും അതിനെ ഒരു ആയുധമായിട്ട് പ്രയോഗിക്കുകയാണ് ചെയ്തത്. വസ്തഖ്ദമൂഹ ഫിൽ ജദൽ. എന്നിട്ട് അവർ ഈ തർക്കങ്ങൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫഅഹസ്സൽ മുസ്ലിമൂന ബിതിൽക്കൽ ഉലൂം വഅകഫു അലാ ദിറാസതിഹാ ലിർറദ്ദി അലൈഹിം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പഠിച്ചുകൂടാ. അവർ ഇതേ കോയിനിൽ നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് അതേ കോയിനിൽ തിരിച്ചടിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഒരു വിജ്ഞാനങ്ങളിലെല്ലാം ഒരു അറിവ് വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മുസ്ലിമീങ്ങളും അവിടെ അതിനു വേണ്ടി കുത്തിയിരുന്ന് പഠിക്കാൻ തുടങ്ങി, അവർക്ക് ഒരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്.
ഒരു മുഖാസമാത്തി ദീനി, അതുപോലെ റിലീജിയസ്ലി വരുന്ന ഒരുപാട് തർക്കങ്ങൾക്കൊക്കെ ഒരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരും ഈ ഒരു യൂനാൻ, അതായത് ഗ്രീക്കും മറ്റുള്ളവയൊക്കെ പഠിക്കാൻ തുടങ്ങി. ബൈനൽ ഫിറഖുൽ ഇസ്ലാമിയ, ഇത് ആദ്യം പറഞ്ഞതാണ്. വൽ മുഖാസമാത്തി ദീനിയ ബൈനൽ ഫിറഖുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഗ്രൂപ്പുകൾ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് തർക്കങ്ങൾക്ക് എന്താവാൻ, അതിനും ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. وجعلتهم هذه النزعات في آية الحرص على ترجمة علوم اليونان والاستفادة منها. അപ്പോൾ ഈ ഒരു ട്രെൻഡ്, ഈ ഒരു മറ്റൊരു അന്യഭാഷ പഠിക്കുക എന്നുള്ള ട്രെൻഡ് അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ഗ്രീക്ക് സയൻസ് ആവട്ടെ അല്ലെങ്കിൽ ഗ്രീക്ക് വിജ്ഞാനങ്ങളാവട്ടെ അതിനെ പഠിക്കാനും അതിനെ തർജ്ജമ ചെയ്യാനും അതുകൊണ്ട് ഉപയോഗം എന്താ പറയുക അതൊന്നുകൂടെ ഉപയോഗപ്പെടുത്താനും കൂടി അവർക്ക് അതൊരു കാരണമായി തുടങ്ങി. وكان اتساع الدولة الإسلامية دور بارز في حركة الترجمة. അത് ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും. ഈ ഒരു ട്രെൻഡിന്, ഈ തർജ്ജമ എന്ന ട്രെൻഡിന് എന്തായി, ഇസ്ലാം എന്ന ഒരു മതത്തിനെ പല ഭാഗങ്ങളിലേക്കും ഒന്നുകൂടി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, വൈഡ്ലി സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണം കൂടെ ആയിട്ടുണ്ട്. وذلك بضم الشعوب العجمية للدول الإسلامية الذين قاموا بنقل علومهم التي تتمشى مع الثقافة الإسلامية ومن അതായത് ഇതെന്താ, കുറേ അജമികളായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ കുറേ നാടുകളിലേക്ക് ഇസ്ലാം സ്പ്രെഡ് ആകുമ്പോൾ ആദ്യം ഒരു മക്ക, മദീന, ഹിജാസ് ആ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു അറേബ്യൻ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇസ്ലാം എന്ന മതത്തിനെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തർജ്ജമ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അത് ഈ ഇസ്ലാമിക സമൂഹത്തിനെ തന്നെ ഒന്നുകൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അഷ്ഹുരിഹിം അൽ ഫറസ്, പേർഷ്യക്കാർ, അബ്രസ് ഉലമാഹിം അംസാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുഖഫർ, പേർഷ്യക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരിൽ പെട്ടതാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുഖഫർ. ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് പലതും മൈൻഡിൽ വരാം അല്ലേ. തർജമ അബ്ബാസിയൂൻ മിനൽ മസാദിർ അൽ അദീദ അഹമ്മുഹ അൽ മസ്ദർ യൂനാനി, ഒരുപാട് സോഴ്സസിൽ നിന്നുമാണ് എന്തായിട്ടുള്ള അബ്ബാസി പീരീഡിൽ കാര്യങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഒരുപാട് സോഴ്സുകളെ നമ്മൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ മസ്ദറുൽ യൂനാനി, സിറിയാനി, വൽ ഫാരിസി, വൽ ഹിന്ദി. ഗ്രീക്ക്, സിറിയാനി, അതുപോലെ പേർഷ്യൻ, അതുപോലെ ഇന്ത്യൻ. ഈ ഒരു പ്രധാനപ്പെട്ട 4 സോഴ്സുകളിൽ നിന്നുമാണ് അവർ കൂടുതലായിട്ടും തർജ്ജമ ചെയ്തിട്ടുള്ളത്. അഷ്ഹറു മാ തർജ്ജമ മിൻഹ മിൻ ഉലൂമി الطب والفلسفة والأدب والسياسة والتاريخ والفلك والحساب والموسيقى والمنطق وغيرها. ഇതിൽ ഏറ്റവും കൂടുതൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ, ഉലൂമു الطب, والفلسفة ഫിലോസഫി, അൽ അദബ് സാഹിത്യം, والسياسة പൊളിറ്റിക്സ്, والتاريخ ഹിസ്റ്ററി, والفلك ഗോളശാസ്ത്രം, والحساب മാത്തമാറ്റിക്സ്, والموسيقى മ്യൂസിക്, والمنطق ലോജിസ്റ്റിക്സ്. അങ്ങനെ يعتبر يوحنا بن البطريق من أشهر المترجمين في العصر العباسي الأول. അബ്ബാസി ആദ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ് യൂഹന്ന ഇബ്നുൽ ബത്തൂരീഖ്. العباسي الأول محدثين أوجدها فهو مولى الخليفة عباسي المأمون. അദ്ദേഹം എന്താണ്, അബ്ബാസി ഖലീഫയായിട്ടുണ്ടായിരുന്ന മഅ്മൂനിന്റെ അടിമയായിരുന്നു യൂഹന്ന ഇബ്നുൽ ബത്തൂരീഖ്. وكان حنين بن إسحاق ആലിമുൻ ബിലിസാൻ അറബ് വൽ യൂനാൻ വൽ ഫറസ് വസ്സിറിയാൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹനീൻ ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഗ്രീക്കിലും പേർഷ്യയിലും സിറിയാനയിലും ഈ 3 ഭാഷയിലും അദ്ദേഹത്തിന് അഗ്രഗണ്യമായ കഴിവുള്ള വ്യക്തിയായിരുന്നു. ഷജ്ജ അൽ ഖലീഫത്തുൽ അബ്ബാസി അസ്സാനി അബൂ ജഅഫർ അൽ മൻസൂർ നഖല ഖുതുബുൽ ആജിം ഇല ലുഗത്തുൽ അറബിയ്യ. അബ്ബാസി കാലഘട്ടത്തിലെ രണ്ടാം ഖലീഫയായിരുന്ന അബൂ ജഅഫർ അൽ മൻസൂർ അദ്ദേഹം പല വ്യത്യസ്തമായ ഫോറിൻ ലാംഗ്വേജസിൽ നിന്നും ഒരുപാട് പുസ്തകങ്ങളെ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മഖ്തൂത്ത്, അതായത് ഒരുപാട് കയ്യെഴുത്ത് പ്രതികളൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാന ഖലീഫത്തുൽ മൻസൂർ മിയാറൻ ഇല തൻജീം വഇൽമുൽ ഫലക് വഖറബ ഇലൈഹി ഉലമാ അൻ തിൽകൽ ഫനൂൻ. അദ്ദേഹത്തിന് ജ്യോതിശാസ്ത്രം, തൻജിം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിനോടും ഗോളശാസ്ത്രത്തിനോടും ഒരു പ്രത്യേകതരം ചായ്വുള്ള വ്യക്തിയായിരുന്നു അബൂ ജഅഫർ അൽ മൻസൂർ. ഫഖറബ ഇലൈഹി ഉലമാ തിൽകൽ ഫനൂൻ. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ഉലമാക്കൾ അല്ലെങ്കിൽ അവരും ആ പണ്ഡിതന്മാർക്ക് കുറച്ച് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട്. അംസൽ അബി സഹൽ ഇബ്നു നൂബിഖത്ത്, ഇത് ഒരു ഗോളശാസ്ത്ര പണ്ഡിതൻ, ജ്യോതിശാസ്ത്ര പണ്ഡിതനാണ്.
അല്ലതി തർജമൽ കസീർ മിനൽ കുതുബിൽ ഫറസ് ഇൽ അറബി, അദ്ദേഹം ഒരുപാട് പേർഷ്യൻ ഗ്രന്ഥങ്ങളെ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മിനല്ലദീന ഖദബു അൽ മൻസൂർ ഫി ഹാദിൽ ഹർക മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അൽ അസ്ഹരി. പിന്നെ അതുപോലെ ഈ ഒരു മൂവ്മെന്റിന് അദ്ദേഹത്തിന് അബൂ ജഅഫർ മൻസൂറിനെ സഹായിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അൽ അസ്ഹരി. കിതാബുൽ മജസ്തി തുർജിമ ഇദ്ദത മറാത്തിൻ ഫി കുല്ലി മിൻ ഉസൂറിൽ മൻസൂർ വൽ മഅ്മൂൻ വൽ റഷീദ്. ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാവട്ടെ, അല്ലെങ്കിൽ മഅ്മൂന്റെ കാലഘട്ടത്തിലാവട്ടെ, അല്ലെങ്കിൽ അബൂ ജഅഫർ മൻസൂറിന്റെ കാലഘട്ടത്തിലാകട്ടെ, ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആളുകൾ തർജ്ജമ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് കിതാബുൽ മജസ്തി. ഇത് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഇത് വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് നേരത്തെ പറഞ്ഞുള്ള ഹനീൻ ഇബ്നു ഇസ്ഹാഖ്. ഇതിന്റെ എക്സാക്ട് എഴുത്തുകാരനാണ് ടോളമി. നവാബ് അത് ഒരു മാത്സ് അല്ലെങ്കിൽ ഗോളശാസ്ത്രം അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് കിതാബുൽ മജസ്തി. ومن نوابغ المترجم في أحد المنصور المترجم الفارسي عبد الله بن المقفع. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുഖഫ. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ പോലെ അബ്ബാസി കാലഘട്ടത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വിവർത്തകന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹമാണ് സ്വാഹിബ് മുഅല്ലഫത്തു കലീല വദീംന. കലീല വദീംന നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എല്ലാ എക്സാമുകളിലും, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഒരുവിധം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കലീല വദീംനയെ കുറിച്ചിട്ട്. അത് ആദ്യം ഫഹ്ലവി ഭാഷയിലായിരുന്നു, അതായത് പഴയ പേർഷ്യൻ ഭാഷയിലായിരുന്നു. പിന്നെയാണ് അതിനെ എന്താക്കിയത്, അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. വിവർത്തനം ചെയ്ത ആളുടെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുഖഫ. പിന്നെ അത് ആദ്യം ഉണ്ടായിരുന്നത് സംസ്കൃത ഭാഷയിലായിരുന്നു, പിന്നെ അതിനെ ഫഹ്ലവിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ അതിൽ നിന്നും അറബിയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. വല്ലതി ഇത്തഖദത് ശക്കലിൽ അദബ് അത്തഅലീമി, ഈ സാഹിത്യത്തിന്റെ ഒരു വിജ്ഞാനവശം എന്നുള്ള രൂപത്തിലുള്ള പുസ്തകമാണ് കലീല വദീംന. എന്നാൽ ഖലീഫത്തുൽ മൻസൂർ അവൽ ഖലീഫ അബ്ബാസി ഇഹ്തമ ബി അംരി തർജമ, ആദ്യമായിട്ട് ഈ ഒരു തർജമ എന്ന കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് നേരത്തെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള അബൂ ജഅഫർ മൻസൂർ തന്നെയാണ്. വലാകിനൽ അസ്റ ദഹബി ലിത്തർജമ ഹുവ അസ്റ ഖലീഫത്തുൽ മഅ്മൂൻ. എന്നാൽ അസ്റ ദഹബി, ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് മഅ്മൂന്റെ കാലഘട്ടത്തിലായിരുന്നു. അല്ലദീ ജഅല മിൻ ഖസ്രിഹി മഖറൻ ലിൽ ഉലമാ അൽ അറബിയ്യ വൽ അജമിയ്യ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഉലമാക്കൾക്ക് അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർക്ക് ഓരോ കോണേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ ജേർണലിൽ വരുന്ന ഓരോ പണ്ഡിതന്മാർക്കും ഓരോ കോണേഴ്സ് ഉണ്ടായിരുന്നു. അത്രത്തോളം ഇൽമിനെ അല്ലെങ്കിൽ തർജമയെ അല്ലെങ്കിൽ അദബിനെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഖലീഫ മഅ്മൂൻ. وكانت الكتب القيمة والمدونات تجلب من مشارق العرب ومن مغاربها في عصره. മഅ്മൂന്റെ കാലഘട്ടത്തിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ്, അതായത് പല രാജ്യങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. وأرسل إلى ملك الروم يطلب منه كتب العلوم القديمة خاصة كتب العالم الطبيب أرسطوطاليس. അതായത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, റോമൻ രാജാവിന് കത്തെഴുതിയിട്ട് അവിടെ നിന്നും ഒരുപാട് പഴയ വിജ്ഞാന ഗ്രന്ഥങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അരിസ്റ്റോട്ടലിന്റെ ബുക്സ് ആയിരുന്നു. ഇവിടെ ഇത് വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഇനിയും നമുക്ക് ഒരുപാട് പോയിന്റ്സ് ആഡ് ചെയ്യാണ്ട്, കാരണം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി തീരാവുന്ന ടോപ്പിക് അല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ബൈത്തുൽ ഹിക്മ. ബൈത്തുൽ ഹിക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ മുഅസ്സിസ് ഹാറൂൺ റഷീദാണ്. ബൈത്തുൽ ഹിക്മക്ക് വളരെ വലിയൊരു പ്രാധാന്യമാണ് ട്രാൻസ്ലേഷൻ ഫീൽഡിലുള്ളത്. അതിനൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് തന്നിട്ടുള്ളത്. Next question, write 20 words or expressions in Arabic related to political and economic fields. ഇതിൽ 20 വേർഡ്സ് നമുക്ക് ആകെ എഴുതാനുള്ളൂ. 20 വേർഡ്സ് എഴുതുക. അതിന്റെ അറബ് ആൻഡ് ഇംഗ്ലീഷ് നമുക്ക് എഴുതി കൊടുക്കാം. 2 ഫീൽഡാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് പൊളിറ്റിക്കൽ ഫീൽഡാണ്, ഒന്ന് എക്കണോമിക് ഫീൽഡാണ്. അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. 10 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാനിവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കൽ ടേംസ് 10 എക്കണോമിക്കൽ ഫീൽഡിൽ വരുന്ന ടേംസ് 10 ആയിട്ട്, അങ്ങനെ ടോട്ടലി 20 ആക്കിയിട്ടാണ് ഉള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് ഫീൽഡിനെ കുറിച്ചാണ് കൂടുതൽ അറിയുന്നത് അത് എഴുതിയിട്ട് മറ്റേത് കുറച്ച് എഴുതിയാലും മതി. ഓക്കെ, ഞാൻ ആദ്യം പൊളിറ്റിക്കൽ ടേംസ് വായിക്കാം. സിയാസ, നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ് സിയാസ, പൊളിറ്റിക്സ്. ഹുക്കൂമ, ഗവൺമെന്റ്. ഡെമോക്രാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസി. ആൻഡ് സുൽത്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി. ഈ സുൽത്വത്ത് എഴുതുമ്പോൾ
പല ആളുകളും തെറ്റിച്ച് ഞാൻ കാണാറുണ്ട്. സുൽത്തത്ത് എന്നുള്ളത് സൽത്തത്ത് എന്ന് വായിക്കും. ഒരിക്കലും സൽത്തത്ത് എന്ന് വായിക്കരുത്. സൽത്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാലഡ് എന്നാണ് അർത്ഥം. സുൽത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അതോറിറ്റി എന്നുള്ള അർത്ഥം ലഭിക്കുന്നത്. അറബ് ഭാഷയുടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന പോലെ ഹർക്കത്ത് മാറിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മീനിങ് മാറും. അതുകൊണ്ട് സൂക്ഷിക്കാം. പിന്നെ നെക്സ്റ്റ് വേർഡ് വരുന്നത് മുആറള, ഒപ്പോസിഷൻ. ഇന്തിഖാബ്, ഇലക്ഷൻസ്. ഇന്തിഖാബാത്ത്, ഇലക്ഷൻസ്. ഹിസ്ബ്, പാർട്ടി. ഹുഖൂഖുൽ ഇൻസാൻ, ഹ്യൂമൻ റൈറ്റ്സ്. ഇസ്തിബ്ദാദ് എന്ന് പറഞ്ഞാൽ ടൈറനി, അതായത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം. സൗറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവല്യൂഷൻ, വിപ്ലവം. ഇനി കുറച്ച് 10 എക്കണോമിക് ഫീൽഡിൽ വരുന്ന വേർഡ്സ് ആണ്. ഇക്തിസാദ്, എക്കണോമി. അപ്പോൾ നേരത്തെ പൊളിറ്റിക്സ് എഴുതിയ പോലെ ഇവിടെ ഇക്തിസാദ്, എക്കണോമി. നുമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്. ഇസ്തിസ്മാർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മീസാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റ് ആണ്. തലഹും എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം. ബത്തോല എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്. എന്നാൽ ഇതേപോലെ ബുത്തൂലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിസ് എന്നാണ് അർത്ഥം. അതും സൂക്ഷിക്കുക കേട്ടോ, മാറിപ്പോവരുതേ. സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. സ്വാദിറത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്സ്. വാരിദത്ത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്സ്. എന്നാൽ സ്വാദിറത്തിന്റെ തസ്വീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പോർട്ട് എന്ന മീനിങ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തസ്വീർ എന്ന് എഴുതിയാൽ മതി. അതുപോലെ ഇമ്പോർട്ട് എന്ന മീനിങ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇസ്തീറാത്ത് എന്ന് എഴുതിയാൽ മതി. ഒമ്ല നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒമ്ല കറൻസി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനി ആകെ 3 ക്വസ്റ്റ്യനും കൂടെയാണ് ബാക്കിയുള്ളത്. ഡിസ്കസ് ദ മെയിൻ ചാലഞ്ചസ് ഓഫ് ലിറ്റററി ട്രാൻസ്ലേഷൻ. എന്താണ് ലിറ്റററി ട്രാൻസ്ലേഷന്റെ ചാലഞ്ചസ്? നമ്മൾ സാധാരണ ഒരു ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല ലിറ്റററി ട്രാൻസ്ലേഷൻ. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. നമ്മൾ ഏത് ലിറ്റററി വർക്ക് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിന്റെ ശൈലികളാവട്ടെ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് അതിനെ വിവർത്തനം ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലി മറ്റൊരു ഭാഷയിൽ അതുപോലെ എക്സാക്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്കത് കിട്ടിക്കോണമെന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ, അതായത് സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. تقدمت ترجمة الأدبية العديد من التحديات الفريدة. ഒരുപാട് എന്തുണ്ട് ചാലഞ്ചസ് ഉണ്ട്. അതിൽപ്പെട്ട ഫസ്റ്റ് ഒന്നാണ് അൽ ഫുറൂഖ് സഖാഫിയ, അതായത് കൾച്ചറൽ ഡിഫറൻസസ്. يجب على المترجمين نقل المراجع الثقافية والأمثال والعادات المحلية التي قد لا توجد لها معادلات مباشرة في اللغة المستهدفة. ഞാൻ ഫസ്റ്റ് പറഞ്ഞ, അതായത് ഒരു മുത്തർജിം, ഒരു ട്രാൻസ്ലേറ്റർ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ഒരു ലിറ്റററി വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായും കണ്ടുമുട്ടുന്ന ചില ചലഞ്ചസ് ഉണ്ട്. അദ്ദേഹം മീറ്റ് ചെയ്യുന്ന ചില ചലഞ്ചസ് പെട്ടതാണ് നഖ്ലൽ മറാജിഅ സഖാഫിയ, അതായത് കൾച്ചറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ചില കൾച്ചർ ഒന്നും മറ്റുള്ള ഇപ്പൊ അറബ് ലോകത്ത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സംഭവം ഒരു ലിറ്റററി വർക്കിൽ വരുമ്പോൾ ഇപ്പൊ ബഷീറിന്റെ ഒക്കെ കൃതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ, ഒരുപാട് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അതൊന്നും ഒരിക്കലും ഒരു അറബ് ലോകത്ത് ഉണ്ടാവേണ്ട സംഭവങ്ങളോ കൾച്ചറോ അല്ല. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആണ്. അതുപോലെ അംസാൽ, പ്രോവേർബ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ പറയുന്ന അതേ പ്രോവേർബ് അതുപോലെ നമ്മൾ എന്താക്കുക ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്രത്തോളം കത്തിക്കോണമെന്നില്ല. കാരണം അവരവിടെ ഉപയോഗിക്കുന്നത് വേറെ ആവാം. അതേ കോണ്ടെക്സ്റ്റിൽ അവർ ഉപയോഗിക്കുന്ന പ്രോവേർബ് മാറ്റം ഉണ്ടാവും. അപ്പോൾ ആദാത്തുൽ മഹല്ലിയ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലോക്കലി നമ്മൾ കൊണ്ട് നടക്കുന്ന ചില ആചാരങ്ങൾ, ചില ശീലങ്ങൾ, അതൊന്നും അവിടെ ഉണ്ടായിക്കോണമെന്നില്ല. അതൊരു ത്രെട്ടാണ്, അല്ലെങ്കിൽ അതൊരു ചാലഞ്ചാണ്. രണ്ടാമത്തേതാണ് അൽ അമാനത്തുൽ ഉസ്ലൂബിയ. അതിന്റെ സ്റ്റാലിസ്റ്റിക് ഫിഡലിറ്റി എന്ന് പറയും. അതായത് അതിന്റെ ശൈലി എത്രത്തോളം വിശ്വസ്തത അതിൽ പുലർത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ ബഷീറിനെ തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര നാടൻ ശൈലിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വരിക. അതിനെ എത്രത്തോളം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ആ ശൈലി എത്രത്തോളം ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര വലിയ ചാലഞ്ചാണ് അത് അങ്ങനെ എഴുതുക എന്നുള്ളത്. അത് സൗത്തുൽ മുഅല്ലിഫ്, വനബ്രത്തുന്നസ്,
ഉസ്ലൂബിഹി അംറുൻ ബാലിഉൽ അഹ്മിയ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഓതറിന്റെ സൗത്ത്, അയാളുടെ വോയിസ് അല്ലെങ്കിൽ നബ്റത്തുന്നസ്, ആ ടെക്സ്റ്റിന്റെ ടോൺ, ഏത് ടോണിലാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ഉസ്ലൂബിഹി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ശൈലി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിമ്മ ഖദ് യകൂനു സുഅബൻ ഇൻദമാ തകൂനു അൽ-ലുഗാത്ത് ലഹാ ഹയാക്കലും വതഖാലും അദബിയ മുഖ്തലിഫ. ഒരു ഭാഷക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എന്താണ് സംസ്കാരങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ട്രഡീഷനാണ് ഉണ്ടാവുക, പാരമ്പര്യമാണ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് സാഹിത്യപരമായിട്ടും ലിറ്റററി അതിൻ്റെ പാരമ്പര്യം വളരെയധികം വ്യത്യസ്തമായിരിക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ അൽ ഫുറൂഖ് സഖാഫിയ, രണ്ടാമത്തെ അൽ അമാന അൽ ഉസ്ലൂബിയ. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് അൽ ഉമൂൽ വൽ മആനി അൽ അമീഖ, അവ്യക്തത അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് മീനിങ്സ്. തഹ്തവി അൻ നുസൂസ് അൽ അദബിയ ഗാലിബൻ അലാ മആനി മുതഅദ്ദിദ. ഒരുപാട് മൾട്ടി മീനിങ്സ് വരാം, ഒരുപാട് മീനിങ്സ് ഒരു നെസ്സിന് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന് വരാം, അത് ഉൾക്കൊള്ളും. ഇപ്പോൾ അറബ് ഭാഷയിൽ തന്നെ അൽ ഐനിനൊക്കെ ഒരുപാട് മീനിങ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് മീനിങ്സ് വരാം. ഇസ്തിആറകൾ വരാം. എന്തിനാണ് അത് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനെ പഠിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം അതിനെ ഡീപ്പായിട്ട് എന്താണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതാണ് അൽ-ഉമൂൽ വൽ മആനി അൽ അമീഖ. ഇനി നോക്കണം അസറുൽ ആതിഫി, ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഇത്തിഖാദുൽ അസറുൽ ആതിഫി ലിന്നഫ്സി അംറുൻ ളറൂറിയ്യുൻ, അത് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമോഷണലി റീഡറിന്റെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കണം. ഹൈസു ഇന്ന ലുഗാത്തിൽ മുഖ്തലിഫ തുസീറു അൽ മശാഇറ ബിതുർഖിൻ മുഖ്തലിഫ. കാരണം പല ലാംഗ്വേജുകളും അതിൻ്റെ റീഡറിന്റെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പല രൂപത്തിലാവും. അതെല്ലാം നോക്കി അതെല്ലാം ശ്രദ്ധിച്ച് മാത്രമേ ഒരു ലിറ്റററി വർക്കിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തേത് വരുന്നത് അൽ അലാബു ലുഗവിയ്യ വൽ അജ്ഹിസത്തുൽ ശഅരിയ്യ. ഇതും ഒരു ലാംഗ്വേജ് ബേസ്ഡ് സാധനമാണ്. അതായത് ഭാഷാപരമായിട്ട് ഉപയോഗിക്കുന്ന പല പല സംഭവങ്ങളുണ്ടാവും, പല ടെക്നിക്സ് ഉണ്ടാവും. അതുപോലെ പോയറ്റിക് ആവട്ടെ, അവിടെയും പല വേർഡ് പ്ലേസും പല പോയറ്റിക് ഡിവൈസസും ഉണ്ടാവും. നമുക്കൊരു കവിതയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മുടെ ഭാഷയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഭാഷയുടേതായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോസ് ആവട്ടെ, അവിടെയും അങ്ങനെ ഉണ്ടാവും. അതാണ് അലാബ് ലോവിയ വൽ അജ്ഹിസത്തുൽ ശഅരിയ്യ കൊണ്ട് ഉദ്ദേശിച്ചത്. ഖദ് ലാ തതർജമ അന്നകാത്ത് വതക്റാർ അസ്സൗതി വഗൈറഹ മിൻ അജ്ഹിസത്തുൽ ഉസ്ലൂബിയ്യ ബിശക്ലിൻ മുബാശിർ. അതായത് ഒരുപാട് കോമഡീസ് ഉണ്ടാവും നമ്മുടെ ഭാഷയിൽ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കോമഡീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് റിപ്പീറ്റേഷൻസ് ഉണ്ടാവും. ഇതൊന്നും ഒരിക്കലും മറ്റൊരു ലാംഗ്വേജിൽ അതേ വൈബിൽ കിട്ടിക്കോണമെന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മിമ്മ യുശക്കിലു തഹദിയ ലിൽ ഹിഫാദ് അലൽ ജവാനിബിൽ ഫനിയ ലിന്നസ്. അത് ഭയങ്കര ഒരു വലിയ ചലഞ്ചായിട്ട് ഈ ട്രാൻസ്ലേറ്ററുടെ മുന്നിൽ വന്നേക്കാം. അടുത്ത തൂൽ വൽ ബുന്യ, അതായത് അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ നീളം, മറ്റുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ മലയാളത്തിൽ ഒരു പേജ് എഴുതേണ്ട കാര്യം നമ്മൾ അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് അര പേജേ ഉണ്ടാവും. അത് നമ്മൾ എക്സാമിന് ആൻസർ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ ഒരുപാട് നമുക്ക് എഴുതാനുള്ളത് അറബിലേക്ക് എഴുതുമ്പോൾ കുറച്ചേ ഉണ്ടാവും. അത് ആ ലാംഗ്വേജിന്റെ പ്രത്യേകതയാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. അത്തൂൽ വൽ ബുന്യ. قد يختلف طول الجمل أو الفقرات بشكل كبير بين اللغات مما يؤثر على تدفق القراءة والقراءة. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം അതൊന്നുകൂടെ പറയാണ്. അതായത് നമ്മുടെ വായനയ്ക്കുള്ള ഒരു ഫ്ലുവൻസി, നമ്മുടെ നമുക്കൊരു വായിക്കാനുള്ള ഒരു ഫ്ലോ, അതൊക്കെ പല ഭാഷകളിലും പല രൂപത്തിലായിരിക്കും. അതുപോലെ ഫിഖറകളാവട്ടെ അല്ലെങ്കിൽ സെന്റൻസുകളാവട്ടെ, അതിൻ്റെ വലിപ്പങ്ങളിലൊക്കെ വ്യത്യാസവും ഉണ്ടാവും. ഓരോ ലാംഗ്വേജിനെ ബേസ് ചെയ്തിരിക്കും അതൊക്കെ. തവഖുആത്തിൽ ജംഹൂർ, അതായത് പബ്ലിക്കിന്റെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പൊ നമ്മൾ ആടുജീവിതം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതേ ഫീൽ അത് മീറ്റ് ചെയ്യും, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അത് മീറ്റ് ചെയ്യുക തന്നെ വേണം, എന്നാലേ ആ ട്രാൻസ്ലേറ്റർ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. يمكن أن يؤثر فهم توقعات الجمهور المستهدف على خيارات الترجمة مما يتطلب توازن بين الأمانة للأصل وسهولة القراءة. അറ്റ് എ ടൈം ആ ഒരു പബ്ലിക്കിന്റെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ വേണം, എന്നാൽ ആ ഓതറിന്റെ ഒതന്റിസിറ്റി അല്ലെങ്കിൽ അയാളുടെ ആ ഒരു അമ്മാന, ആ ഒരു വിശ്വസ്തതക്ക്
അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ശൈലിക്കോ എന്താ പാടില്ല, ഒരു കോട്ടവും തട്ടാനും പാടില്ല. അങ്ങനെ ആയിരിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ 8ാമത്തെ പോയിന്റ് വരുന്നത് ഫഹ്മു സിയാഖ്. ഏത് സന്ദർഭത്തിലാണ് എന്ത് വേർഡാണ് ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണോ, അതോ ഇനി സോഷ്യലി ആണോ, അതോ ഇനി പൊളിറ്റിക്കലി ആണോ, അങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു എഴുത്ത് വന്നിട്ടുള്ളത്, അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കണം. يجب على المترجم غالبا إجراء أبحاث حول السياقات التاريخية والاجتماعية والسياسة لفهم تداعيات النص بالكامل. الذاتية subjectivity. التفسير الأدبي بطبيعته ذاتي. ഈ ഒരു ലിറ്റററി തഫ്സീറുള്ള ഉദ്ദേശം വിശദീകരിച്ച് പറയാം, അല്ലെങ്കിൽ വിശകലനം, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതെന്താണ്, അത് ശരിക്കും സബ്ജക്റ്റീവാണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ടതാണ്, ഒബ്ജക്റ്റീവ് അല്ല. مما يعني أن المترجمين المختلفين قد يقدمون ترجمات متباينة لنفس النص. കാരണം പല ട്രാൻസ്ലേറ്റേഴ്സ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തും പലരും പലതായിട്ട്, ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് വരെ അതിനെന്താക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്തേക്കാം. അത് ഓരോ വ്യക്തികൾക്ക് അനുസൃതമായിട്ടാണുള്ളത്. അപ്പോൾ അതിന് സബ്ജക്റ്റിവിറ്റിയാണ്. നമുക്കൊരു ട്രാൻസ്ലേറ്ററുടെ ഒരു ഫ്രീഡം കൂടെ അതിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്കിപ്പം ഒരേ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 2 പേരും 2 വ്യത്യസ്തമായ രീതികളിലായിരിക്കും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു തരിക. 2ഉം തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 2ഉം ശരിയാണ്. അത് അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. അതാണ് അദാത്തെ കൊണ്ട് ഉദ്ദേശിച്ചത്. الاعتبارات الأخلاقية ethical considerations. يواجه المترجمون معضلات بشأن كيفية تمثيل الهوية الثقافية للنسل الأصلي وأصالته أثناء جعله متاحا لجماهير جديدة. അതായത് പുതിയ ആളുകൾക്ക്, പുതിയ സമൂഹം, ഇതിങ്ങനെ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ അത് നശിച്ചു പോകുന്നില്ല. അത് എപ്പോൾ ആളുകൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് തന്നെ അത് എത്തിക്കലി എല്ലാവർക്കും നല്ലപോലെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കായിരിക്കണം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈ പോയിന്റ്. تتطلب هذه التحديات فهما عميقا لكلتا اللغتين والثقافتين فضلا عن حس أدبي قوي. അതായത് ഈ ഒരു ചാലഞ്ചസ് ഒക്കെ എന്താണ്, നമുക്കൊരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ഫഹം, അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നുണ്ട്. ലിക്കിലത്തെ ലോകത്തേനും സഖാഫീൻ, അതായത് സഖാഫത്തീൻ 2 ഞാൻ ആദ്യം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഏത് ലാംഗ്വേജ്, ഏത് സോഴ്സ് ലാംഗ്വേജ് ആവട്ടെ, ടാർഗറ്റ് ലാംഗ്വേജ് ആവട്ടെ, ഏത് ലാംഗ്വേജിൻ്റെയും എന്തറിഞ്ഞിരിക്കണം, അതിൻ്റെ കൾച്ചർ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ട്രാൻസ്ലേഷൻ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം കൾച്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ അറബി ഭാഷയും മലയാള ഭാഷയും എടുക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫാദർ ഇൻ അറബിക് അബൌട്ട് യുവർ അഡ്മിഷൻ ഇൻ ദി കോളേജ്. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്ന് നിങ്ങളുടെ ഫാദറിനെ അറിയിക്കുക. അതിന് ഒരു ലെറ്റർ എഴുതുക. ആ ലെറ്ററിൻ്റെ ഒരു ചെറിയ മോഡലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മതി. കണ്ടന്റ് ചിലപ്പോൾ ഇനിയും മാറാം, സ്ട്രക്ചർ ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് ഇൻഫോർമൽ ലെറ്റർ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ കുറച്ച് കൂടുതൽ എന്തുണ്ടാകും, കുറച്ച് കൂടുതൽ ഫോർമാറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഇത് ഇൻഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് വഴിയിൽ അത് എഴുതാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് വാലിദി അൽ മെഹബൂബ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. തഹയ്യത്തുൻ മുബാറകത്തുൻ ത്വയ്ബത്തുൻ മബഅദ്, തഹയ്യത്തുൻ ത്വയ്ബത്തുൻ മുബാറകത്തുൻ മബഅദ് 2 രീതിയിലും എഴുതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന ഫി തമാമി സിഹ, ഞാൻ പൂർണ്ണ ഓക്കെയാണ്, ഞാൻ ഫൈനാണ്, ഐ എം ഫൈൻ എന്നുള്ള അതാണ് അന ഫി തമാമി സിഹ. വഅർജു അന്നക ഫി സിഹതി വത്മഇന്നാനി താം, താങ്കളും ഓക്കെയാണ്, ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്ന് പറയില്ലേ, അതാണ് ആ ഒരു എക്സ്പ്രഷൻ ആണ്. വഅർജു അന്നക ഫി സിഹതി വത്മഇന്നാനി താം വകൈഫ ഹവാൽ ഉസ്ര, നമ്മുടെ കുടുംബം എങ്ങനെയുണ്ട്, ഒരു ഓക്കെ അല്ലേ, ഒരു എന്താ പറയുക, ഹൗ ആർ യു എന്നുള്ള സംഭവത്തിന് അല്ലെങ്കിൽ ഹൗ ഈസ് അവർ ഫാമിലി എന്നുള്ള അങ്ങനെ ചോദിക്കുകയാണ്. വകൈഫ ഹവാൽ ഉസ്ര ഹൽ ഉമ്മു ലാ തസാലു തഫക്കറു അൻ ഫിറാഖി ലിമുദ്ദത്തി സനവാത്തിൻ ഖസീറ. അതായത് കോളേജ് ജോയിൻ ചെയ്യാൻ പോകില്ല, അപ്പോൾ നമ്മുടെ ഐഡിയ വെച്ചിട്ട് എഴുതാം. ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് എഴുതിയതാണിത്. ഒരു ചെറിയ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ പിരിഞ്ഞു നിൽക്കുന്നതിൽ ഇപ്പോഴും ഉമ്മ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ. تخبرها أن أنا
ഫി സിഹത്തിൻ വആഫിയ ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലും ഓക്കെ ആണെന്ന് ഉമ്മനോട് പറയുക. സഫറിക്കാന മുരിഹൻ ജിതൻ, ഭയങ്കര കംഫർട്ടായിരുന്നു യാത്ര ഒക്കെ. മാ വജത്തു അയ്യ മഷക്കൽ ഫിത്വരം, ഞാൻ വഴിയിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കൈഫ ഉഖ്തി ഫാത്തിമ, ആദ്യം നമ്മൾ എന്താണ് ഈ ഫസ്റ്റ് പാരഗ്രാഫ് മൊത്തം നമ്മൾ എഴുതിയിട്ടുള്ളത് നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആ ഒരു സംഭവമാണ് എഴുതുന്നത്. അപ്പോൾ ഒരു കോമൺ സാധനമാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കണ്ടന്റ് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു മോഡലാണ്, നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ കത്ത് എഴുതും. ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് മാത്രം എഴുതിയിട്ടുള്ളതാണ്. അക്തബിലേക്ക് റിസാലത്തി ഹാദി ലുഖ്ബിറക, ഇതാണ് നമ്മുടെ പോയിന്റ്. ഇൽത്തിഹാഖി ഇലൽ കുല്ലിയ, എൻ്റെ എന്താണ് അല്ലെങ്കിൽ ഇൽത്തിഹാഖി ഫിൽ കുല്ലിയ, എൻ്റെ കോളേജിലേക്കുള്ള അഡ്മിഷൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. അത് തമ്മല്യം അത് ഇന്ന് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫി ഇജ്റാഅത്തിൽ ഇൽത്തിഹാഖ്, ജോയിനിങ് പ്രോസസ്സിനെ കുറിച്ച് പിന്നെ പറയുകയാണ്. മുഖാബലത്തുൻ, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മുഖാബലത്തുൻ അയവൻ കുന്തു മുഖലിക്കൻ, ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ബിഹ, അത് കാരണം. വലാക്കിൻ കാത്ത് സഹല, പക്ഷെ ആ ഇൻ്റർവ്യൂ ഭയങ്കര സിമ്പിളായിരുന്നു. അൽ കുലിയ ജമീല ജിദ്ദൻ, പിന്നെ കോളേജിനെ കുറിച്ചിട്ട് പറയുകയാണ്. കോളേജ് ഭയങ്കര ഭംഗിയുള്ളതാണ്. മുത്തസ്ഹീലാത്തുഹ അയ്ദൻ ദാത ജൗദ ജയ്യിദ, നല്ല നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. വനഹ്സുലു മിൻഹത്തൻ ദിറാസിയ മറത്തൈനി ഫി സന ഫി കുല്ലി സന, ഒരു എല്ലാ വർഷത്തിലും നമുക്ക് 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. വൈനുംകിനു അൻ നസ്തഖ്ദിമഹ ബിഹസ്ബി ദിറാസതിന, നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെതായിട്ടുള്ള രൂപത്തിലാണ് ഞാൻ ഇതിനെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിനെ ഇതിനെ മാറ്റിയിട്ട് നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതമന്ന അൽ ഹുസൂൽ അലാ ജവാബി മിൻക തഖ്ബിറനി ഫിഹാ നഹ്വാലിക വഖബാരിക ഫി അഖ്റബി വഖ്തിൻ മുംകിൻ. ഇതുപോലത്തെ സെന്റൻസ് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കുന്നത് നല്ലൊരു, അതായത് നമ്മൾ ആർക്ക് കത്ത് എഴുതുകയാണെങ്കിൽ ആ കത്ത് എഴുതുന്ന ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുപോലെ സെന്റൻസ് ഇതുപോലത്തെ സെന്റൻസ് എഴുതുന്നത് ആ കത്തിന് കുറച്ചും കൂടെ ഭംഗി കിട്ടും നമുക്ക്. അത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇതുപോലെ കോമൺ ആയിട്ട് എഴുതാം, രണ്ടാമത്തെ പാരഗ്രാഫിൽ കണ്ടന്റ് എഴുതാം, മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ അടുത്ത മറുപടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് എഴുതാം. ഓക്കെ, പിന്നെ ഇബ്നു അൽ മുഖ്ലിസ് ആണ് ഇസ്മു എടുത്ത് അൽ മക്കാൻ വ താരിഖ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി എക്സാം ബേസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഇൻ അറബിക് ഓൺ യുണൈറ്റഡ് നേഷൻസ് യൂസിങ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്. കുറച്ച് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതി ഉണ്ടാക്കാം. മജ്ലിസുൽ അംൻ, അൽ ഉമമുൽ മുത്തഹിദ, അൽ അംനു വസ്സലാം, അൽ മുസാഅദത്തുൽ മാലിയ. എഴുതേണ്ട ടോപ്പിക് യുണൈറ്റഡ് നേഷൻസ് ആണ്, അതായത് മുനമ്മത്തുൽ ഉമമുൽ മുത്തഹിദ ആണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. UNO. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എഴുതണം. ഇവിടെ കുറച്ചുകൂടെ വേർഡ്സ് ഉണ്ട്. അൽ ബുൽദാൻ നാമിയ, അൽ ബുൽദാൻ മുതഖദ്ദിമ, അൽ അമീറുൽ ആം, ഇസാഅത്തുൽ ഫഖർ വൽ ജുഅ, ഖിയാം അൽ ഇൻസാനിയ, അൽ ഇസ്തിഖറാറു സിയാസി. ഇതൊക്കെയാണ് നമ്മുടെ വേർഡ്സ് വരുന്നത്. ഈ വേർഡ്സിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് എഴുതിയിട്ടുള്ളത്. ഇതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാം. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. മുനമ്മത്തുൽ ഉമമുൽ മുത്തഹിദ ഹിയ മുനമ്മത്തുൻ ഹുകൂമിയ്യത്തുൻ ദുവലിയ്യ തഅസ്സസത് ആം 1945 بعد الحرب العالمية الثانية. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് മുനമ്മത്തുൽ ഉമമുൽ മുത്തഹിദ. ഇതാണ് UNO, ഓർഗനൈസേഷൻ നേഷൻസ് യുണൈറ്റഡ്. വഅദഹ അസ്സൽം വൽ അംൻ ബൈന ദൗലിയീൻ. ഈ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു അവർ തമ്മിലുള്ള പീസ്ഫുള്ളി, അതുപോലെ ഒരു നിർഭയത്വം, അതാണ് എന്തിൻ്റെ നമ്മുടെ UNOന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. യഖൂൽ മഖറു റഈസി ലിൽ ഉമമുൽ മുത്തഹിദ ഫി മദീനത്തി ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇതിന്റെ സെന്റർ വരുന്നത്. تتكون الأمم المتحدة من 6 أجهزة رئيسية وهي الجمعية العامة والمجلس الأمن والمجلس الاقتصادي والاجتماعي ومجلس الوصاية.
ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ്. വൽ മുഹ്കമത്തുൽ അദൽ അദ്വലിയ വൽ അമാനത്തുൽ ആമ, മറ്റേതിൻ്റെ ബാക്കിയാണ് 6 ബ്രാഞ്ചസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. 6 ബ്രാഞ്ചസിൽ ബാക്കി 4 നമ്മൾ ആദ്യം പറഞ്ഞു, ബാക്കി 2 എണ്ണം. വഹിൽ മുനല്ലമ അല്ലത്തി തുവഫിറു അൽ മുസാഅദാത്തുൽ മാലിയ ലിൽ ബുൽദാൻ നാമിയ വൽ ബുൽദാൻ മുതഖദ്ദിമ. ഇവിടെ അറ്റ് എ ടൈം ഞാൻ 3 എക്സ്പ്രഷനും കൂടെ അൽ മുസാഅദാത്തുൽ മാലിയ, അൽ ബുൽദാൻ നാമിയ, അൽ ബുൽദാൻ മുതഖദ്ദിമ, ഇത് 3ഉം കൂടെ ഒറ്റ ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, ഒറ്റ വേർഡിൽ. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു പാരഗ്രാഫ് ഫോം ചെയ്യാന്ന് പറയുന്ന ഉദാഹരണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡെവലപ്ഡ് മുതഖദ്ദിമ എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ് ആണ്, നാമിയ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, മുസാഅദത്തുൽ മാലിയ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഹെൽപ്പ്, അതായത് സാമ്പത്തിക സഹായം. തുഹാഫിദു അൽ ഖിയമൽ ഇൻസാനിയ ഫിൽ ആലം, ലോകത്തിലെ ആളുകളുടെ മനുഷ്യന്മാരുടെ മാനുഷികമായ മൂല്യങ്ങൾക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. വതഅമലു ദായിമൻ ലിൽ ഇസ്തിഖറാർ സിയാസി ഫിൽ ആലം, ഈ ലോകത്ത് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെയ്യുന്നു, നിത്യം അത് വർത്തിക്കുന്നു. അല്ലാതെ യജ്അലു അൽ ആലമ ഫിൽ അംനി വസ്സലാം, അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോകത്തിനെ തന്നെ ഈ ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. വയുസാദുൽ യജ്രിയ അൽ അദൽ ബൈന ദുവൽ, കൺട്രീസിനിടയിൽ നീതി പുലർത്താനും അതാണ് സഹായിക്കുന്നത്. യുഅദ്ദു അൽ അമീനുൽ ആം, സെക്രട്ടറി ജനറൽ ആണ് എന്തായിട്ട് കണക്കാക്കുന്നത്, കബീറുൽ മസ്ഊലിയീനൽ ഇദാരിയീന ഫിൽ ഉമമുൽ മുത്തഹിദ, UN-ലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒഫീഷ്യൽസിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് അമീനുൽ ആം. ഇതാണ് നമ്മുടെ PYQ സെക്ഷൻ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.